അപ്പോൾ ബ്ലോക്ക് 2 നമ്മൾ എന്ത് ചെയ്യുക കടക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് നോക്കാം സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സിനെ കുറിച്ചാണ്. ഏതാണ് ബ്ലോക്ക് 2 വരുന്ന സമയത്ത് നമുക്ക് നോക്കാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ആണ്. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സിനെ കുറിച്ച് നോക്കാനുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെൻട്രൽ ടെൻഡൻസി എന്താണ്. ഞാൻ തിയറീസിലോട്ട് ഇനി എന്തെങ്കിലും അധികം പറയുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക സെൻട്രൽ ടെൻഡൻസി എന്താണെന്നുള്ള തിയറി കൃത്യമായിട്ട് നോക്കുക. എന്താണ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ളത് എന്ത് ചെയ്യുക നോക്കി വെക്കാട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ളത് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ, ഡെഫിനിഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ടെൻഡൻസിയിൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ട്. അതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൻ വായിച്ചു നോക്കിയാൽ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ എന്താണ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ളത് നമ്മൾ നോക്കി വെക്കണം. ജസ്റ്റ് ഞാൻ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കൺസെപ്റ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്, ജസ്റ്റ് നമ്മൾ പറയുക നമ്മൾ എന്ത് ചെയ്യാണ് വേരിയസ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു എന്ത് ചെയ്യുക ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യാണ് ജനറലി നമ്മൾ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്, ഒരു വേരിയബിൾസിനെയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും വരിക. ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ് അതിലെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക സെൻട്രൽ ടെൻഡൻസി എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് പറയാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഡെസ്പേർഷൻ എന്ന് പറയാറുണ്ട്, സീക്വൻസും കർട്ടോസിസ്, അങ്ങനെ ഒരുപാട് കാര്യത്തിനെ കുറിച്ച് നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ആ സെൻട്രൽ ടെൻഡൻസി എന്താന്നുള്ള അതിന്റെ ഒരു ലിറ്ററലി മീനിങ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടും അത് നോക്കി വെക്കുക. ഞാൻ പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പെട്ടെന്ന് കാര്യങ്ങളിലോട്ട് കടന്നു പോകുന്നത്. ഇവിടെ തിയറീസ് ഞാൻ അധികം പറയുന്നില്ല. നമുക്ക് ആ സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് രണ്ട് പൊസിഷണൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം സെൻട്രൽ ടെൻഡൻസിലെ ഫസ്റ്റത്തെ കാൽക്കുലേഷൻ ആയിട്ടുള്ള അരിത്തമെറ്റിക്കൽ മീനിലോട്ടാണ്. അപ്പൊ എല്ലാവരും പ്രോബ്ലം ചെയ്യാൻ റെഡി അല്ലേ? പറയൂ, എല്ലാവരും പ്രോബ്ലം ചെയ്യാൻ റെഡി അല്ലേ? നിങ്ങൾ എല്ലാവരും ബുക്സും കാര്യങ്ങളും എടുത്തോ? യെസ്, എല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം രണ്ട് തരത്തിലെ മാത്തമാറ്റിക്കൽ ആവറേജസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, അതുപോലെ പൊസിഷണൽ ആവറേജസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ മാത്തമാറ്റിക്കൽ ആവറേജിൽ നമുക്ക് സിമ്പിൾ ആൻഡ് വെയിറ്റഡ് ആവറേജ് ഉണ്ടാവും. വെയിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാം നമ്മളിപ്പോ ചെയ്യുന്നതിന്റെ കൂടെ ആ വെയിറ്റും കൂടി എന്താ ഇൻറ്റു ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. വെയിറ്റ് അത് സെപ്പറേറ്റ് പഠിക്കൊന്നും വേണ്ട, സിമ്പിൾ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഏകദേശം അറിയാം. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ജോമെട്രിക്കൽ മീനും ഹാർമോണിക് മീനും ഉണ്ട്. ഈ ജോമെട്രിക്കൽ മീനും ഹാർമോണിക് മീനും ജസ്റ്റ് അതിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഇക്വേഷൻസ് എന്ത് ചെയ്യുക നിങ്ങൾ കാണാപ്പാടം പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് നോക്കാം പൊസിഷണൽ ആവറേജസ് ആണ് മീഡിയൻ ആൻഡ് മോഡ്. അപ്പൊ ഇതിനെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാത്തിന്റെ പ്രോബ്ലംസും കാര്യങ്ങളും പറയാൻ നമുക്ക് ചിലപ്പോൾ ടൈം കിട്ടിയില്ല എന്ന് വരും, കാരണം നമുക്ക് അടുത്ത ഇതിലോട്ടും കടക്കേണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഓരോന്നായിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ അതിന്റെ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അരിത്തമെറ്റിക്കൽ മീൻ ആണ്. അരിത്തമെറ്റിക്കൽ മീൻ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ആണ് എന്തെന്ന് പറയുന്നത്. അരിത്തമെറ്റിക്കൽ മീൻ എന്ന് പറഞ്ഞത് ഇപ്പോ കുറച്ച് പേരുടെ മാർക്ക് തന്നുകൊണ്ട് നമ്മളോട് എന്ത് ചെയ്യാണ് അതിന്റെ ആവറേജ് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി അതാണെന്ന് പറയുന്നത് അരിത്തമെറ്റിക്കൽ മീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആവറേജ് പ്രൈസ്, ആവറേജ് ഇൻകം, ആവറേജ് വെയിറ്റ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു രീതിയിൽ പറയുകയാണ്. അതാണ് എന്ത് അരിത്തമെറ്റിക്കൽ മീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സിംപ്ലി അതിന്റെ ടോട്ടൽ ആണ്, സം ടോട്ടലിൽ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യാണ് കോമൺലി ഡിവൈഡ് ചെയ്ത് അതിന്റെ നമ്പർ ഓഫ് ഐറ്റംസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം അരിത്തമെറ്റിക്കൽ മീൻ നമുക്ക് ലഭിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഏതെന്ന് അരിത്തമെറ്റിക്കൽ മീൻ എന്ന് പറയുന്നത്. ഇനി അരിത്തമെറ്റിക്കൽ മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം വരുന്നത് കേട്ടോ. അരിത്തമെറ്റിക്കൽ മീനെ നമ്മൾ AM എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും അല്ലെ. ഈ അരിത്തമെറ്റിക്കൽ മീന് മൂന്ന് സീരീസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെക്കാം. ശരിക്കും സ്റ്റാറ്റിൽ ഈ ഒരു ബ്ലോക്ക് സെൻട്രൽ ടെൻഡൻസിയിലെ മോഡ് വരെയുള്ള ഭാഗത്ത് എല്ലായിടത്തും എന്താണ് നമുക്ക് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെക്കാം. ബാക്കി ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാവുന്നതാണ്. ആകെ കണ്ടിന്യൂസ് സീരീസ് പറഞ്ഞ സീരീസിലായിരിക്കും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരിക. ഇവിടെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ഉണ്ടായിരിക്കും, ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ടായിരിക്കും, കണ്ടിന്യൂസ് സീരീസ് ഉണ്ട്. ഇങ്ങനെ 3 സീരീസ് ഉണ്ടാവും. ഈ 3 സീരീസിൽ 3 ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് എന്ത് പഠിക്കാനുണ്ടായിരിക്കും? 3 ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് ഡാറ്റാസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നോക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ എല്ലാവരും ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് തുടങ്ങാം. റെഡി ആണല്ലോ പ്രോബ്ലം ചെയ്യാൻ എല്ലാവരും? അപ്പോ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, ungrouped data mean equal to sigma x by n.
സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നിരിക്കുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നിരിക്കുന്ന ഐറ്റംസ് ആണ്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. അത് ആ തന്നിരിക്കുന്ന ഐറ്റംസിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ മീൻ എന്ന് പറയുന്നത്. അതായത് സിഗ്മ എക്സ് ബൈ എൻ കേട്ടോ. ഇവിടെ എങ്ങനെ കാണേണ്ടത് വെച്ചാൽ ആദ്യം സ്റ്റെപ്സ് ഞാൻ പറയുന്നുണ്ട്, നോക്കിക്കോളൂ. ആദ്യം തന്നിരിക്കുന്ന എല്ലാ എക്സ് വാല്യൂ ഒബ്സർവേഷൻസും നമ്മൾ ആഡ് ചെയ്യുക. അതിൽ നിന്ന് എൻ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് നമ്മൾ നോക്കുക. അതിനുശേഷം നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഇതാണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംപ്ലി 10 ആൾക്കാരുടെ മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. 15, 20, 25, 30, 10, 5, 5, 3, 6, 7 ആയില്ലേ? 10, 20, 10. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ. നമ്മളോട് എന്ത് പറയാണ്? ഇതിന്റെ മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ നോക്കി ഡാറ്റ എന്താണ്? 10 ഇൻഡിവിജ്വൽസിന്റെ ഡാറ്റാസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് ഇതെന്താണ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. അപ്പൊ നമ്മൾ തീരുമാനിച്ചു ഇവിടെ അർത്തമെറ്റിക്കൽ മീൻ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എക്സ് ബൈ എൻ ആണ്. അപ്പൊ നമ്മൾ കൂട്ടും 10 + 20 35, 35, 5, 40, 60, 90, 100, 110, 120, 140, 150, 150 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഡിവൈഡ് ബൈ 10 ഹരിക്കുമ്പോൾ അർത്തമെറ്റിക്കൽ മീൻ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ഇത്രേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ഒരു സിമ്പിൾ ഡാറ്റ തന്നു കഴിഞ്ഞാൽ അതിൽ അർത്തമെറ്റിക്കൽ മീൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അർത്തമെറ്റിക്കൽ മീനിൻ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ഓക്കെ ആയല്ലോ. ഇനി അർത്തമെറ്റിക്കൽ മീൻ ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയും. ഈ ഡിസ്ക്രീറ്റ് സീരീസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. സിമ്പിൾ ഇത്രേ ഉള്ളൂ. നമുക്ക് എന്ത് എണ്ണം നമ്മൾ നേരത്തെ തന്നിട്ടുള്ള എക്സ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ നേരെ ഇത്ര ആൾക്ക് ഇത്ര മാർക്ക് കിട്ടി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി തരും. അതാണ് ഫ്രീക്വൻസി. ഒബ്സർവേഷൻസിന്റെ നേരെ നമുക്ക് അതിന്റെ ഫ്രീക്വൻസി കൂടി തരുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് സീരീസ് കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിളാ. ഇവിടെ അർത്തമെറ്റിക്കൽ മീൻ ഈക്വൽ ടു ഒരു മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ നേരത്തെ ചെയ്തത് അഡീഷൻ മാത്രമായിരുന്നു. ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് അഡീഷൻ ചെയ്യണം എന്നുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിമ്പിൾ ഇത്രേ ഉള്ളൂ. ഇതാണെന്ന് പറയുന്നത് നമ്മളുടെ അർത്തമെറ്റിക്കൽ മീൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞു. ഇപ്പൊ സിമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റെപ്സ് പറഞ്ഞ സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ഡാറ്റാസിനെ നമ്മൾ നോക്കും. എക്സും എഫും കണ്ടുപിടിക്കും. എന്നിട്ട് എക്സ് ഇൻറ്റു എഫ് നമ്മൾ ചെയ്യും. അത് 10 ഒബ്സർവേഷനും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. എക്സ് ഇൻറ്റു എഫ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സ് ഇൻറ്റു എഫിന്റെ ടോട്ടൽ എടുക്കും. അതാണ് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ടോട്ടൽ ഫ്രീക്വൻസി എൻ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? നേരത്തെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനെന്തായിരിക്കും? ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി ആണ് ഇത് വരുന്നത്. ഇത് ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി ആണ് ഇവിടുത്തെ എൻ വരിക. സിംപ്ലി ഇതാണ് എന്താ അർത്തമെറ്റിക്കൽ മീനിങ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണ്ടേ? മാർക്ക് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് കാൽക്കുലേറ്റ് അർത്തമെറ്റിക്കൽ മീൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ യൂസിങ് 2 മെത്തേഡ്. നമുക്ക് ഇവിടെ 2 മെത്തേഡ്സ് എന്നാണ് ഷോർട്ട് കട്ട് മെത്തേഡ് ആണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് എന്തില്ല, നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സിംപ്ലി ഈ ഒരു ക്വസ്റ്റ്യനെ മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോ നിങ്ങൾ തന്നെ നോക്കൂ. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ഞാൻ ഡയറക്റ്റ് പറയുന്നുണ്ട്. മിക്കവാറും മീനോ മീഡിയനോ മോഡിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമുക്ക് ഏറ്റവും നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ലാസ്റ്റ് ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഏതൊക്കെയാണോ അതെടുത്ത് പഠിക്കാന്നുള്ളത്. അല്ലെ എല്ലാം കൂടി പഠിക്കാന്നുള്ളത് നമുക്ക് വലിയ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്, ഇതാണ് എക്സ് എന്ന് പറയുന്നത്. മാർക്കാണ് എക്സ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ കാണേണ്ടത്? നമുക്ക് നിങ്ങൾ എങ്ങനെ ആൻസർ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യാ? ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടു. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ, അതിങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കോളം വരയ്ക്കുക. പെൻസിൽ വെച്ചിട്ട് കോളം വരയ്ക്കുക. നിങ്ങൾ നോക്കി ഡിസ്ക്രീറ്റ് സീരീസ് ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മീൻ കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ആദ്യം ഒന്ന് എടുത്തെഴുതണം. എക്സ് ഫ്രീക്വൻസി. പക്ഷെ അത് എന്ത് ചെയ്യണം? 2 കോളത്തിലേക്ക് ബാക്കി കോളം നമ്മൾ നീക്കി വെക്കണം. പിന്നെ അവിടെ എന്ത് ചെയ്യാം? എഫ് എക്സ് അല്ലെ, എഫ് എക്സ് എന്നുള്ളൊരു കോളം. ഇങ്ങനെ 3 കോളം നമുക്ക് വേണം. എന്തൊക്കെയായിരുന്നു? എക്സ് വേണം, ഫ്രീക്വൻസി വേണം, പിന്നെ നമുക്ക് എന്ത് വേണം? എഫ് എക്സ് നമുക്ക് വേണം. എന്ത് വേണം?
FX എന്ന് പറഞ്ഞ കോളം വേണം. നമ്മൾ നോക്കുക ഏതൊക്കെയായിരുന്നു? 10, 20, 30, 40 അല്ലേ? 10, 20, 30, 40, 10, 20, 30, 40, 50, 60, 70, 80 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ബാക്കിയായിട്ട് നമുക്ക് ഒരു കോളം കൂടി, ഞാൻ ഇവിടെ സ്ലൈഡിൽ തികയാത്തോണ്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ബുക്സ് എന്തായിരിക്കും, ആൻസർ ഷീറ്റിൽ അല്ലെങ്കിൽ ഇപ്പൊ എഴുതുന്ന ബുക്കിൽ അത് തികയും. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നിന്ന് എത്രയായിരിക്കും? 50 വരെ 40 വരെ എഴുതി, 50, 60, 70, 80 എഴുതി. ഇനി ഇതിനൊക്കെ നേരെ എന്ത് ചെയ്യുക? അതിന്റെ ഫ്രീക്വൻസി എഴുതാം. എത്രയായിരുന്നു? 8, 21, 23, 17, 15, 9, 5, 2, 9, 5, 2 ഓരോന്നിനും നേരം എന്ത് ചെയ്യും? അതിന്റെ ഫ്രീക്വൻസീസ് എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കാൽക്കുലേറ്റർ, എൻ്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഞാൻ എടുത്തിട്ടുള്ള, അതിന് വരെ ഞാൻ ഫോണാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ എടുത്ത് വെക്കാം. ഓക്കെ, അപ്പോ കാൽക്കുലേറ്റ് അരിത്മെറ്റിക് മീൻ ഫ്രം ദ ഫോളോവിങ് ഡാറ്റ. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാം? കാൽക്കുലേറ്റർ എടുക്കുക, നമ്മളത് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ഓരോന്നായിട്ട് നമ്മൾ ടോട്ടൽ ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾ ഓരോന്നിന്റെ ടോട്ടൽ ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ. പെട്ടെന്നായിക്കോട്ടെ, പെട്ടെന്ന് ഓരോരുത്തർ ഓരോ ടോട്ടൽ വെച്ച് പറയും. നമുക്ക് പെട്ടെന്ന് 10 × 8 80. എത്രയാണ്? 10 × 8 80 എന്ന് കിട്ടി. ഇനി 20 × 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 × 20 400 പ്ലസ് ഒരു 20 കൂടി കൊടുത്താൽ 420. 30 × 20 എന്ന് പറഞ്ഞാൽ 30 × 2 600. അപ്പൊ 600 ആയി. പിന്നെ 30 × 3 690. അപ്പൊ 690 ആയി. പിന്നെ 40 × 17, 40 × 10 400. പിന്നെ 4 × 7 28 280. അപ്പൊ 680 എന്ന് നമുക്ക് കിട്ടും. ഇനി 50 × 15, 10 × 50 എന്ന് പറഞ്ഞാൽ 500. 500 പ്ലസ് 25 750 എന്ന് കിട്ടും. 9 6 54, ഒരു 0 ഇട്ട് കൊടുത്താൽ മതി, 540. 7 5 35, ഒരു 0 350. ഇരട്ട് 16, ഒരു 0 160. നമുക്ക് ടോട്ടൽ സിമ്പിൾ ആയിട്ട് കിട്ടി. ഇത്രേ ഉള്ളൂ. കാൽക്കുലേറ്ററിന്റെ ഒരു ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ രണ്ടിന്റെയും സം ടോട്ടൽ എടുക്കാം. അവിടെ നമുക്ക് എഫിന്റെ ടോട്ടൽ, ഈ എഫ് എന്ന് പറയുന്നതാണ് നമ്മളുടെ എൻ എന്ന് പറയുന്നത്. ഇനി മുതൽ നമ്മളുടെ എൻ ആണ് എഫ് എന്ന് പറയുന്നത്. ധന്യ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ധന്യ പറഞ്ഞ 680, 750, 540, 350, 160 കറക്റ്റാ. ഇനി ധന്യ തന്നെ ടോട്ടൽ പറയും. 80 × 420 500. 500ഉം 600ഉം 1100. 1100 600 എത്രയായി? 1100 600 1700. 1700ഉം 2400 2900 3200 3300. 3300 മാറ്റി എഴുതി വെക്കുക. ആ ചെറിയ ചെറിയ പൈതലുകളൊക്കെ കൂട്ടാം. 90ഉം 80ഉം 170, 170ഉം 50ഉം 220, 220, 260, 310, 370. അപ്പം എത്രയായിരിക്കും? 3670 എന്ന് നമുക്ക് കിട്ടും. യെസ്, കറക്റ്റ്. ഇനി നമുക്ക് ഫ്രീക്വൻസി ടോട്ടൽ ചെയ്യാം. 8 × 21 29, 29 അപ്പൊ 29 9 മാറ്റി വയ്ക്കാം. 2 40, 50, 50ഉം 60, 60 എന്ന് എഴുതി വെച്ചു. ഇനി നമ്മൾ ആ ചെറിയ സംഖ്യാസിനൊക്കെ എടുക്കാം. 9 എന്ന് ഇവിടെ ഉണ്ടായത് 9 3 12, 19, 19ഉം 20, 28, 33, 35. അപ്പൊ എത്ര കിട്ടി? 95ഉം 35, 40. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 100 എന്ന് കിട്ടി. യെസ്, 100. സിമ്പിൾ ആയിട്ട് നമുക്ക് ടോട്ടൽ കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മളെ ഇക്വേഷൻ ഫോളോ ചെയ്താൽ മതി. അരിത്മെറ്റിക്കൽ മീൻ ഈക്വൽ ടു സിഗ്മ FX ഡിവൈഡഡ് ബൈ n. ഇവിടെ സിഗ്മ FX എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാ? 36,770 എന്ന് കിട്ടി. n എന്ന് പറഞ്ഞാൽ നമുക്ക് 100 എന്ന് കിട്ടി. അപ്പൊ 100 കിട്ടി കഴിഞ്ഞാൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ഇവിടെ മീൻ എന്ന് പറഞ്ഞ് നമുക്ക് എത്ര കിട്ടിയത്? 36.70 എന്ന് കിട്ടി. ഇതാണ് നമ്മളുടെ മീൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആൻസർ വരുന്നുണ്ട്. എത്രയാണ് വരുന്നത്? 36.70 ആണ് നമ്മളുടെ മീൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ അരിത്മെറ്റിക്കൽ മീൻ ഈക്വൽ ടു ഇത് ഫൈനൽ ആക്കിയിട്ട് എന്ത് ചെയ്യാം? ഈ ആൻസർ ഇടുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലെ സ്റ്റെപ്സിനടക്കം മാർക്ക് ഉണ്ട്. അതുകൊണ്ട് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ മാക്സിമം പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട, തിയറിയിലോട്ട് പോകണ്ട. ഇതിന്റെ ഈ ഒരു ഫൈനൽ ആൻസർ, ഇപ്പൊ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫൈനൽ ആൻസർ 1 മാർക്കാണ്. ബാക്കി 4 മാർക്ക് ഇതിന്റെ സ്റ്റെപ്സിനുണ്ട്. അപ്പൊ സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് വന്ന ആൻസർ ചെറിയൊരു വേരിയേഷൻ വന്നു. ഇപ്പൊ 36.75 എന്ന് വന്നാലും ഇത് കറക്റ്റ് ആൻസറിലോട്ട് നമുക്കത് എടുക്കും. ആ രീതിയിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ചെയ്ത് പഠിക്കാം. അപ്പൊ ഓക്കെ അല്ലേ? അരിത്മെറ്റിക്കൽ മീന് നോർമൽ സീരീസിൽ ഓക്കെ അല്ലേ? നമുക്ക് കണ്ടിന്യൂ സീരീസിലോട്ട് പോവാം. പറയൂ, അരിത്മെറ്റിക്കൽ മീൻ നമുക്ക് കണ്ടിന്യൂ സീരീസിലോട്ട് പോയാലോ? പറയൂ, റെഡി ആണോ? അരിത്മെറ്റിക്കൽ മീൻസ് നമുക്ക് കണ്ടിന്യൂ സീരീസിലോട്ട് പോവാം.
ഓക്കെ, ഇനി നമ്മൾ കണ്ടിന്യൂസ് സീരീസ് ആണ് മൂന്നാമത്തെ വരുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്ക് ഇക്വേഷൻസിലൊന്നും വലിയ മാറ്റമില്ല, സിഗ്മ എഫ് എക്സ് എന്നുള്ള എഫ് എം ആവുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ നമുക്ക് എന്തായിരിക്കും കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. കുറെ ഇക്വേഷൻസ് പഠിക്കുന്നതിന് മുമ്പ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ടാണല്ലേ നമ്മളത് പഠിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പൊ കണ്ടിന്യൂസ് സീരീസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഈ സീരീസ് ഞാൻ ഇനി എന്ത് ചെയ്യില്ല, മീഡിയനും മോഡൊന്നും വരുന്ന സമയത്ത് പറയില്ല, നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി വെക്കുക കേട്ടോ. കണ്ടിന്യൂസ് സീരീസ് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, കണ്ടിന്യൂസ് സീരീസ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കും, ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും, ക്ലാസ്സുകളും ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞത്. സിമ്പിളാ. ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 to 20, 20 to 30. നമ്മൾ ചായ കുടിക്കുന്ന ക്ലാസ് അല്ല കേട്ടോ, ഈ ക്ലാസ് വേറെ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ക്ലാസ്സും അല്ല. ഈ ക്ലാസ്സസ് എന്ന് പറയുന്നത് 30 to 40. സ്പെല്ലിംഗ് സെയിം, മീനിങ് ഈസ് ഡിഫറെന്റ്. ആ ഒരു കേസാണ് ഇവിടെ തന്നെ. ഇപ്പൊ ഈ 10 to 20, 20 to 30, 30 to 40 ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കണ്ടിന്യൂസ് സീരീസിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് കണ്ടിന്യൂസ് സീരീസിൽ. ഇതാണ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഇതിന് നേരെ തരുന്ന 5, 10, 15, അതായത് 10നും 20നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 5 പേര്, 20നും 30നും ഇടയ്ക്ക് മാർക്ക് കിട്ടിയ 10 പേര് എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ഇതാണ് തന്നെ കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഡാറ്റ തന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്, സിഗ്മ അർത്തമെറ്റിക്കൽ മീൻ ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ എഫ് എന്നും സെയിം ആണ്, പക്ഷെ ഇവിടെ ആകെ ഉള്ളത് എം ആണുള്ളത്. ഈ എമ്മിനെ നമ്മൾ പിടിക്കുന്ന പേരാണ് മിഡ് വാല്യൂ എന്ന് പറയുന്നത്. മിഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ടോട്ടൽ ചെയ്ത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നടുക്കിൽ വരുന്ന വാല്യൂ നമുക്ക് കിട്ടും. ഫോർ എൻ എക്സാമ്പിൾ, നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 10ഉം 20ഉം ആണെന്ന് വിചാരിക്കാം. ഇതിൽ 20നെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അപ്പർ ലിമിറ്റ് എന്ന് വിളിക്കുക. ഇതിനാണ് നമ്മൾ അപ്പർ ലിമിറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, 10നെയാണ് നമ്മൾ എന്ത് വിളിക്കാം, ലോവർ ലിമിറ്റ് എന്ന് വിളിക്കാം. 10 നമ്മളുടെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ട്. അപ്പോൾ ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ കൂട്ടി. ഇവിടെ 2 വാല്യൂ ഉള്ളൂ, അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 30 ഡിവൈഡഡ് ബൈ 2, 15 എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ മിഡ് വാല്യൂ എന്ന് പറയുന്നത്. ഈ മിഡ് വാല്യൂവിനെയാണ് നമ്മൾ ഫ്രീക്വൻസി കൊണ്ട് എന്ത് ചെയ്യേണ്ടത്, ഇൻഡു ചെയ്യേണ്ടത്. അല്ലാതെ നമുക്കിവിടെ 10 to 20 ആകുമ്പോൾ 20 കൊണ്ട് ഗുണിക്കുക, 20നെ 10നെ ഗുണിക്കുക നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അല്ലേ. അപ്പൊ നമ്മളിവിടെ 15 വെച്ചിട്ട് അതിനെ ഗുണിക്കും. അതിന് നമ്മൾ n കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കണ്ടിന്യൂസ് സീരീസിൽ ചെയ്യുന്ന നമുക്കത് കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു കാര്യം വരുന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇതിൽ നിങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതാ ഈ ഒരു പ്രോബ്ലം നമുക്ക് സിംപ്ലി വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്ലാസ്സുകൾ എടുത്തു. ക്ലാസ് ഞാൻ എന്ത് ചെയ്യില്ല, ഇനി ഞാനിവിടെ ഇത് ക്ലാസ്, മിഡ് വാല്യൂ, ഫ്രീക്വൻസി, എഫ് എം. ഓക്കെ, എങ്ങനെയാണ്, ക്ലാസ് ഉണ്ട്, ഇവിടെ മിഡ് വാല്യൂ ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, എഫ് എം ഉണ്ട്. ഇതാണല്ലോ നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഡിസ്ക്രീറ്റ് സീരീസ് പറഞ്ഞാൽ ഓക്കെയാണ്. കണ്ടിന്യൂസ് സീരീസിലോട്ട് പോയിട്ടുണ്ടോ, പ്രോബ്ലം നോക്കുക. 0 to 5 3 ആള്, 5 to 10, 5 to 10 എത്ര ആളാ, 6 ആള്, 10 to 25 എത്രയാണ്, 25 ആള്, 25 to 50 10 ആള്, 25 to 50 10 ആള്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എന്തെന്ന് പറയുന്നത് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി, ഇതിനെ മീഡിയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ മിഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു മിഡ് വാല്യൂ കണ്ടുപിടിക്കുക, 0 plus 5 ഡിവൈഡ് ബൈ 2 എത്ര വരിക, 0 plus 5 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 2.5. ഇനി 5 plus 10 15, 15ന്റെ പകുതി 7.5, 10 plus 25 35, 35ന്റെ പകുതി എന്ന് പറഞ്ഞത് 17.5. എത്ര വരും, 17.5. 5 0 അല്ലെങ്കിൽ 5 എന്ന് മതി കേട്ടോ. 25 plus 50 75, 75ന്റെ പകുതി 70ന്റെ പകുതി 35, 5ന്റെ പകുതിയിൽ വരുമ്പോൾ 2.5, അപ്പൊ 37.5 നമുക്ക് കിട്ടി. നമ്മളത് ഇതിനെ തമ്മിൽ ഗുണിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ കൂടുമ്പോൾ
2.5 പ്ലസ് 5 2 6 3 5 7.5 എന്ന് കിട്ടും. ഇവിടെ ആകുമ്പോൾ 6 5 30 0 വരും 3 7 6 42 45 5 25 0.5 വരും 25 രണ്ടിടെ മാറ്റി വയ്ക്കുക. അപ്പൊ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് എത്ര കിട്ടുക? 425 അല്ലെ 170 വരുന്ന സമയത്ത് 437.5 എന്ന് കിട്ടും. ഇവിടെ വരുമ്പോ 375. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താ 375 കറക്റ്റാ. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാ, ഇത് ടോട്ടൽ ചെയ്താൽ മതി, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ടോട്ടൽ ചെയ്യുമ്പോൾ 0.5 ഒന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ 0 ആണ് ഇവിടെ ഒരറ്റത്ത് വരിക എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരു അറ്റത്ത് എന്താണ് 0 ആണ്. ടോട്ടൽ ചെയ്ത് നോക്കൂ. 45ഉം 7ഉം 8 ആക്കി എടുക്കുക. 53 53 ആവുമ്പോൾ പിന്നെ ഇവിടെ വരുമ്പോൾ 53ഉം 7ഉം 60 60ഉം 490 490ഉം പിന്നെ വരുന്ന സമയത്ത് ഇവിടെ എത്രയാണ് 490ഉം 10 500 പിന്നെ വരുന്ന സമയത്ത് 865 910 വന്നത് 6 3 6 25 10 ഓക്കെ അല്ലേ? 3 6 25 ഓക്കെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 865. എത്ര കിട്ടി? 865. ഇവിടെ നമുക്ക് എത്ര കിട്ടിയത്? 9 9ഉം 10ഉം 19 19ഉം 29 39 44. ഇതാണ് നമുക്ക് കിട്ടിയ ഡാറ്റ. ഇത് നമ്മൾ എന്ത് ചെയ്യാൻ മതി? ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അർത്തമെറ്റിക്കൽ മീൻ ഈക്വൽ ടു എത്രയാണ്? 865. അതാണെന്ന് പറഞ്ഞ സിഗ്മ FM എന്ന് പറഞ്ഞത് ഓൾ ഡിവൈഡഡ് ബൈ 44. ഇതാണ് നമ്മുടെ n എന്ന് പറഞ്ഞത്. എത്ര കിട്ടിയത്? 865 ഡിവൈഡഡ് ബൈ 44. എത്ര ആൻസർ വരുന്നത്? അതെ 865 ഡിവൈഡ് ബൈ 44 ചെയ്യുമ്പോൾ 19.659 ആണ്. അപ്പൊ നമുക്ക് എക്സാമിന് എഴുതി അതേ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 19.5 ആകുമ്പോൾ നമ്മൾ ഇപ്പുറത്തോട്ട് കൂട്ടൂലേ 6 എന്ന് കിട്ടും. ഫൈനലിൽ വരുമ്പോൾ 19.7. ഇതിലാ ഈ 3ൽ ഏത് ആൻസർ എഴുതിയാലും നമ്മളത് കറക്റ്റാ. ഇതായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് അർത്തമെറ്റിക്കൽ മീൻ എന്ന് പറഞ്ഞത്. ഓക്കെ ആണോ? ഞാൻ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ, ഇനി ഹാർമോണിക് മീനും ജോമെട്രിക്കൽ മീനും ഉണ്ട്. അത് കുറച്ച് കാൽക്കുലേഷൻസ് കുറച്ച് ബുദ്ധിമുട്ടാക്കി നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് ടൈമിൽ പറഞ്ഞത് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ടുള്ളവരെന്തേലും നോക്കുക. ബാക്കിയുള്ളവരും ജസ്റ്റ് ഒന്ന് നോക്കുക. ജോമെട്രിക്കൽ മീൻ അർത്തമെറ്റിക്കൽ മീനിനെ കുറിച്ചും പറയുന്നുണ്ട്. എൻ റൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ജോമെട്രിക്കൽ മീൻ ചെയ്യുക. അതുപോലെ അർത്തമെറ്റിക്കൽ മീനിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. എല്ലാവരും പോണ സമയത്ത് എക്സാമിന് പോണതിന് മുമ്പ് നാളെ രാവിലെ ആയിട്ട് ജോമെട്രിക്കൽ മീനും ഹാർമോണിക് മീനും ജസ്റ്റ് നോക്കിയിട്ട് പോകണം. നോക്കാൻ മടിക്കരുത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം പൊസിഷണൽ ആവറേജ് എന്നുള്ളതിലോട്ട് നമുക്ക് പോവാം. പോവല്ലേ? മീഡിയനിലോട്ട് നമുക്ക് പോയാലോ? നമുക്ക് രണ്ട് പൊസിഷണൽ ആവറേജസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന് മീഡിയൻ ആണ്, ഒന്ന് മോഡാണ്. രണ്ടും നോക്കല്ലേ? റെഡി ആണോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രോബ്ലംസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് പറയണേ. പെട്ടെന്ന് ആയിക്കോട്ടെ. ഓക്കെ പറയൂ. ഓക്കെയാണ്. മീഡിയനിലെ കേസിൽ നമ്മുടെ അർത്തമെറ്റിക്കൽ മീനിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡാറ്റ അറേഞ്ച് ചെയ്യണം. എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഡാറ്റയെ നമ്മൾ അറേഞ്ച് ചെയ്യണം. അതാണ് എന്തെന്ന് പറയുന്നത് ലോഗരിതം ടേബിൾ നമ്മൾ കൊണ്ടുപോകണം. നമുക്ക് എന്ത് ചെയ്യാം? ലോഗരിതം ടേബിൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തിലായിട്ട് കുറച്ച് ലോഗരിതം ടേബിൾസിന്റെ കാര്യങ്ങൾ കൊടുക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം? എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോവാം കേട്ടോ. അപ്പൊ അത് കൊണ്ടുപോവാം. ആന്റിലോഗ് കാണണമല്ലോ, അപ്പൊ നമ്മളത് കൊണ്ടുപോകണം. അത് കൊണ്ടുപോകണം കേട്ടോ. ലോഗരിതം ടേബിൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് രണ്ടും കൊണ്ടുപോവാം കേട്ടോ. ഓക്കെ അല്ലേ? രണ്ടും കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യണം. അതാണ് മെയിൻലി എന്ത് ചെയ്യുക മീഡിയന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. മീഡിയൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പൊസിഷണൽ ആവറേജസ് ആയിട്ടായിരുന്നു നമ്മൾ എന്തിനാ പറഞ്ഞാൽ മീഡിയനെ കുറിച്ചുള്ള നമ്മൾ ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓരോന്നിലും ഐറ്റംസ് നമ്മൾ കൊണ്ടുപോകണം. സയന്റിഫിക് കാൽക്കുലേറ്ററിന്റെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡീസ് എക്സാം സെന്ററിനനുസരിച്ചിരിക്കും. ചിലയിടത്തൊന്നും പ്രശ്നം ഉണ്ടാവാറില്ല, ചിലയിടത്ത് അലൗഡ് അല്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു എന്താ പറയാ റിസ്ക് എടുക്കണ്ട. നമ്മൾ നോർമൽ കാൽക്കുലേറ്റർ തന്നെ കൊണ്ടുപോവാം. നമുക്ക് എന്ത് ചെയ്യാം? ലോഗോ കാണുന്നതിന് വേണ്ടി, കാരണം നമുക്കറിയാം
ശരിക്കും ലോഗരിതം ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സയന്റിഫിക് ആവുന്ന സമയത്ത് അതിൽ ഷോർട്ട് കീസ് ഒക്കെ ഉണ്ട്, അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അലൗഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനത്തെ ഒരു ഇതല്ല. പക്ഷെ നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, നോർമൽ കാൽക്കുലേറ്റർ തന്നെ എല്ലാവരും കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മീഡിയൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷനിൽ ആവറേജ് ആണെന്ന് പറഞ്ഞു. നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്യണം. അതാണ് നമ്മൾ മീഡിയന്റെ കേസിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്കറിയാം ഡാറ്റ തന്നിരിക്കുന്നത് ചിലപ്പോൾ ഓർഡറിൽ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ എന്ത് തന്നിരിക്കുന്ന ഡാറ്റ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, തന്നിരിക്കുന്നതിനെ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഇവിടെയും നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 സീരീസ് ഉണ്ടായിരിക്കും. 3 സീരീസ് ഓഫ് ഡാറ്റ നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? അൺഗ്രൂപ്പ്ഡ് ഡാറ്റ, പിന്നെ ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. ഇങ്ങനെ 3 ഗ്രൂപ്പ് ഓഫ് ഡാറ്റ നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട്. 3 സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കണം ഇവിടെ നമുക്ക് എങ്ങനെയാണ് മീഡിയൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. സിമ്പിൾ ആയിട്ടുള്ളതാണ്, നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. മീഡിയന്റെ കാൽക്കുലേഷൻ നമുക്ക് വരുന്നില്ല. മീഡിയൻ എന്ന് പറയുന്നത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ മീഡിയൻ ഈക്വൽ ടു n+1/2th ഐറ്റം. ഇതാണ് എന്തെന്ന് പറയുന്നത്, മീഡിയൻ എന്ന് പറയുന്നത്. നമ്മളുടെ n+1/2th ഐറ്റം ആയിരിക്കും നമ്മളുടെ മീഡിയൻ എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളാണ്. നമുക്ക് ഒരു ഡാറ്റ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കുന്ന ഒരു ഡാറ്റയാണ്. നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാം. 5, 10, 15, 7, 8, 3, 16, 24, 32. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റോ ഡാറ്റ. ഇത് വെച്ച് നമ്മളോട് പറയാണ് ഫൈൻഡ് മീഡിയൻ. നമ്മൾ നോക്കി ഇവിടെ എന്തില്ല, ഫ്രീക്വൻസി കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി എന്താണ് ചെയ്യേണ്ടത്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ എന്ത് മാത്രം നോക്കിയാൽ മതി, മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അപ്പോൾ ആദ്യം 3, 5, 7, 8, 10, 15, 16, 24, 32. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ഡാറ്റാസ് ആണ് ഉള്ളത്, നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്തു, n+1/2th ഐറ്റം നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം. n+1/2th ഐറ്റം ഇതാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നോക്കി n എത്ര ഉണ്ട് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. 9+1/2 ഐറ്റം, അതായത് 10/2 ഐറ്റം, അതായത് 5th ഐറ്റം ആണ് നമ്മളുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഇത് മീഡിയൻ ആയിട്ടില്ല, ഫൈൻ ലൊക്കേറ്റർ ആയിട്ടുള്ളൂ. ഇത് നമ്മൾ മീഡിയൻ പറയണമെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5. നമ്മളിവിടുത്തെ മീഡിയൻ എന്ന് പറഞ്ഞാൽ നടുക്കഷ്ണം എന്ന് പറഞ്ഞതായിരിക്കും. മീഡിയൻ ഈക്വൽ ടു 10 ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ കൗണ്ട് ഓഡ് ആവുന്ന സിറ്റുവേഷൻ ആണ്. ഇനി ഈവൺ നമ്പർ ആയി കഴിഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയൂ. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്യാം. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓഡ് നമ്പർ വേണ്ട അല്ലെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രീറ്റ് സീരീസിലോട്ട് പോവാം. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ ഡിസ്ക്രീറ്റ് സീരീസിൽ എന്തായിരിക്കും, എക്സ് ഡാറ്റയുടെ കൂടെ നമുക്ക് ഫ്രീക്വൻസി കൂടെ തരും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എന്നാണ് എക്സ് ഫാക്ടറിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യും, ഫ്രീക്വൻസി കൂടെ തരുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ കണ്ടിന്യൂസ് സീരീസിലോ ഡിസ്ക്രീറ്റ് സീരീസിലോട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇവിടെ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഡാറ്റയെ എന്ത് ചെയ്യണം, നമ്മൾ അറേഞ്ച് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീക്വൻസി നമ്മൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി നമ്മൾ ക്യൂമുലേറ്റീവ്, അതിൽ ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്, മോർ ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്. നമ്മൾ ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്താൽ മതി, വലിയ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, മിഡ് വാല്യൂ കാണുന്നതിന് മീഡിയം കാണുന്നതിനുണ്ട്
ഡി ഈക്വൽ ടു n പ്ലസ് 1/2 ഐറ്റം നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. എവിടെ ലൊക്കേറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അല്ലേ, അതാണ് പറഞ്ഞത് n പ്ലസ് 1/2 ഐറ്റം ഇൻ ദ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആൻഡ് ഡിറ്റർമൈൻ ദ വാല്യൂ വേരിയബിൾ കറസ്പോണ്ടിങ് ടു ദ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. ദിസ് വാല്യൂ ഈസ് വേരിയബിൾ ആസ് ദ മീഡിയൻ. അവിടെ നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഇത് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൽ മതി? ഇതിന്റെ ഒരു സൊല്യൂഷൻ ചെയ്താൽ മതി. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഇതാണ്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയൻ കാണുന്നതിന് വേണ്ടിയിട്ട് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് മാറ്റി എഴുതാം. അപ്പൊ നമുക്ക് 3 കോളം മതി. ഒന്നെന്ന് പറഞ്ഞ തന്നിരിക്കുന്ന എക്സ്, എഫ്, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലെ. എന്താണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി? സി എഫ് എന്ന് എഴുതും. നിങ്ങൾക്ക് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി തന്നെ എഴുതാം. ഇതിന്റെ ഒരു കോപ്പി കൂടി ഞാൻ എടുത്ത് വെക്കുകയാണ്, കാരണം എനിക്ക് അവിടെ എഴുതാൻ സ്ഥലം തേഞ്ഞില്ലല്ലോ. 40, 15, 25 അതൊക്കെയാണ് മാർക്ക് വരുന്നില്ല. അപ്പൊ ഞാൻ എടുത്തെഴുതാണ് 40. അതുപോലെ തന്നെ എത്രയായിരുന്നു? നമുക്കിത് എന്തിനാ എഴുതുന്ന സമയം നമുക്ക് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ തന്നെ എഴുതാം അല്ലെ. നമ്മൾ നോക്കാം. ആദ്യം വരുന്നത് 5 ആണ്. അപ്പോൾ 5 ഉണ്ട്. പിന്നെ എത്ര ഉണ്ടായിരുന്നു? 10 ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്, 25 ഉണ്ട്, 30, 35, 40, 45, 50 അങ്ങനെയാണ് വരുന്നത് അല്ലെ. അപ്പോൾ 5, 10, 15, 20, 25, 30, 35, 40, 45, 50 ഓരോന്നിന്റെ ഫ്രീക്വൻസിയാ. 5ന് നേരെ എത്രയായിരുന്നു? 20, 10ന് നേരെ എത്രയായിരുന്നു? 43, 15ന് നേരെ 75, 20ന് നേരെ 76, 25ന് നേരെ 72, 30ന് നേരെ 45, 35 നേരെ 39, പിന്നെ 40 നേരെ 9, 45 നേരെ 8, 50 നേരെ 6 നമ്മൾ എഴുതി. നമ്മൾ ജസ്റ്റ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് കാണുന്നത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ എന്തായിരുന്നു? ഇവ തമ്മിൽ ഇൻഡു ചെയ്യാണ് ചെയ്തത്. അത് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി മാറും? മീനായി മാറും. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യാന്നാണ് നമ്മൾ നോക്കണേ. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി, ഈ ഫ്രീക്വൻസി ഇങ്ങനെ ടോട്ടൽ ചെയ്തു പോവാം. എപ്പോഴും ഇവിടെ എന്തായിരിക്കും? തുടക്ക ഭാഗം എപ്പോഴും ഒരേ സംഖ്യ ആയിരിക്കും, 20. ഇതിന്റെ സം ടോട്ടൽ ഉണ്ടല്ലോ, ഇത് കൂട്ടിയാൽ കിട്ടുന്ന ഒരു ടോട്ടൽ എത്രയാണ്? ഇത് കൂട്ടിയാൽ കിട്ടുന്ന ടോട്ടൽ എന്ന് പറഞ്ഞത് 393 ആണ്. ഇത് കൂട്ടിയാൽ കിട്ടുന്ന ടോട്ടൽ എന്ന് പറഞ്ഞത് ആ ടോട്ടൽ ആയിരിക്കും ഇവിടെ ഈ 50ന്റെ നേരെ വരുന്നത്. ഇവിടെ 393 ആയിരിക്കും. ഇതിനിടയിലുള്ള കാൽക്കുലേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 20 പ്ലസ് 43 എന്ന് പറയുന്നത് 63 ഇവിടെ എഴുതും. 63 പ്ലസ് 75 അപ്പൊ നമുക്ക് 138 എന്ന് കിട്ടും. 138 പ്ലസ് 76 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 138 പ്ലസ് 76 എന്ന് പറഞ്ഞാൽ 214 എന്ന് കിട്ടും. 214 പ്ലസ് 72 അപ്പൊ നമുക്ക് എത്ര കിട്ടും? 286 എന്ന് കിട്ടും. 286 പ്ലസ് 55 പറയുമ്പോൾ 41, 80, 331 എന്ന് കിട്ടും. അതേ പ്ലസ് 39 40, 70, 370, 379, 387 പ്ലസ് 6, 393 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? n പ്ലസ് 1/2 ഐറ്റം കാണണം. n പ്ലസ് 1/2 ഐറ്റം, അതായത് 393 പ്ലസ് 1/2 കാണാം. അപ്പോൾ നമുക്ക് 394/2 എന്ന് കിട്ടും. എത്ര? 394 300ന്റെ പകുതി 150, 90ന്റെ പകുതി 45, 2ന്റെ പകുതി 4, അപ്പോൾ 47. അപ്പോൾ 150, 197ാമത്തെ ഐറ്റം എന്നുള്ളത് നമുക്ക് കിട്ടും. ഈ 197ാമത്തെ ഐറ്റം നമ്മൾ എന്ത് ചെയ്യാം? എവിടെ ലൊക്കേറ്റ് ചെയ്യാം? ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ലൊക്കേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കാം 197 എവിടെ വരുന്നത്? ഇതാ ഈ 214 എന്നതിന് നേരെയാണ്. ഏതിലാണ് ഇത് 197 വരിക അല്ലെ? ഇതിന്റെ ഉള്ളിലാണ് 197 വരിക. ഇവിടെ 138 വരെ ഉള്ളൂ. അപ്പൊ ഇവിടാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? മീഡിയൻ CF എന്ന് പറയുന്നത്. അതിന് നേരെ വരുന്ന ഈ എക്സ് ആയിരിക്കും നമ്മളുടെ 20 ആയിരിക്കും നമ്മളുടെ ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറഞ്ഞപ്പോൾ MD ഈക്വൽ ടു ഇവിടെ നമ്മൾ എത്ര എഴുതും? 20 എന്ന് എഴുതും. ഇതാണ് എന്തെന്ന് പറഞ്ഞത്? മീഡിയന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മീഡിയൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ? പറയൂ, മീഡിയം ഓക്കെ ആണോ? നെക്സ്റ്റ് മീഡിയം കണ്ടിന്യൂ സീരീസിലോട്ട് പോട്ടെ.
197. ഇവിടെ നമുക്ക് എന്ത് 197 എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കാം 197 എന്ന് പറയുന്ന വാല്യൂവിനെ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ സംഖ്യ ഏതാണെന്ന്. അതായത് 286 വേണമെങ്കിൽ 197 ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ 197 ആദ്യം വരുന്നത് ഏത് സംഖ്യ, ഏത് CF-ലാണ് നോക്കാം. 20-ലാണോ? അല്ല. 63-ലാണോ? അല്ല. 137 197 വരുന്നില്ല. ആദ്യം 197 വരുന്ന എവിടെയാണ്? 214-ലാണ്. അപ്പൊ അത് നമ്മളുടെ എന്തായിരിക്കും? മീഡിയൻ CF ആക്കി നമ്മൾ എടുക്കും. ആ മീഡിയൻ CF-ന് നേരെ വരുന്ന എക്സിൽ വരുന്ന വാല്യൂ ആയിരിക്കും നമ്മളുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ ധന്യ? ഓക്കെ. ഓക്കെ. അപ്പോ ഇനി നമുക്ക് നോക്കാനുള്ള ഏതാണ്? കണ്ടിന്യൂ സീരീസിലോട്ടാണല്ലേ. കണ്ടിന്യൂ സീരീസ് നമുക്ക് നോക്കണം. അവിടെ ഈ ഒരു കേസിൽ നമുക്ക് എന്തായിരിക്കും? ക്ലാസ്സും തന്നിട്ടുണ്ടാവും, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്തായിരിക്കും? തന്നിട്ടുണ്ടായിരിക്കും. അപ്പോ ഇവിടെ നമ്മൾ എന്തല്ല ചെയ്യുക, ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ ചെറിയൊരു മാറ്റമുണ്ട്. n+1/2 ഐറ്റത്തിന് പകരം നമ്മൾ n/2 ഐറ്റം ആണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. ഇവിടെ വരുന്ന സമയത്ത് എന്തുണ്ടാവില്ല? n+1 ഉണ്ടാവില്ല. കണ്ടിന്യൂ സീരീസിൽ വരുമ്പോൾ പകരം n/2 ഐറ്റം ആണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സ്റ്റെപ്സ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പ് അതിന്റെ ഇക്വേഷൻസ് ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് നമുക്ക് ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്ത ഇക്വേഷൻ തന്നെയാണോ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? സെയിം ഇക്വേഷൻ തന്നെ ആയിരിക്കും. അപ്പോ ടെക്സ്റ്റിൽ വരുന്ന സമയത്ത് എം എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് പ്രിസീഡിംഗ് അല്ലെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ക്ലാസ് പ്രിസീഡിംഗ് ദ മീഡിയൻ ക്ലാസ്. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. MD = L + n/2 - C എന്ന് വരയ്ക്കാരം M ആയിരിക്കും /F × I. ഇതാണ് തന്നിരിക്കലേ. ഇവിടെ ഐറ്റംസിന്റെ പ്രത്യേക ഒരു ശ്രദ്ധ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ഡെൽഗൺ എന്താണ് നോ എന്ന് പറഞ്ഞത് മനസ്സിലായില്ല, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ ഇതാണ് വരുന്നത്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മീഡിയൻ ക്ലാസ് n/2 വെച്ചിട്ട് നമ്മൾ നമ്മുടെ മീഡിയൻ ക്ലാസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോ n/2 - m all divided by F × I. ഇതാണ് നമ്മളുടെ കണ്ടിന്യൂ സീരീസിൽ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് കണ്ടിന്യൂ സീരീസിൽ നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നോക്കി വെക്കാം. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീഡിയൻ ഏതാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? മീഡിയന്റെ കാര്യമാണോ? ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം. മീഡിയൻ ഇൻ കണ്ടിന്യൂ സീരീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കണ്ടിന്യൂ സീരീസിലോട്ട് വരുന്ന സമയത്ത് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ, അതുപോലെ ഫ്രീക്വൻസികളും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതുവരെയുള്ള ഇക്വേഷൻസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ക്ലാസ്സിന് നമ്മൾ പ്രത്യേക തരത്തിലുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും നേരം ചെയ്ത പോലെ നമ്മൾ എന്തായിരിക്കും n+1/2 ഐറ്റം ആയിരുന്നു നമ്മൾ എന്തായാലും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടിന്യൂ സീരീസിലോട്ട് വരുന്ന സമയത്ത് അത് n/2 ഐറ്റം ആയിട്ട് മാറും. ഒന്നുകൂടി എന്തായിരിക്കും പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. n/2 ഐറ്റം ആയിട്ട് നമ്മൾ അതിനെ കുറിച്ച് മാറ്റും. ഇനി n/2 ഐറ്റത്തിന് ശേഷം നമ്മൾ അടുത്തതിലോട്ട് പോവുകയാണെന്ന് വിചാരിക്കാം. ഏതിലോട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മളുടെ ഇക്വേഷനിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കും ഒരു ചെറിയ ചേഞ്ച്. ഇക്വേഷൻ എന്തായിരിക്കും? L + n/2 - m all divided by F × I. ഇങ്ങനെ ഒരു ഇക്വേഷനിലോട്ട് ഇത് മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് ആ ഏതൊക്കെ ഐറ്റംസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവുകയുള്ളൂ. അപ്പോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട് അല്ലെ. ഈ L എന്താന്നുള്ളത് നമ്മൾ നോക്കണം. L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. നമ്മൾ മീഡിയൻ ക്ലാസ് ഫൈൻഡ് ചെയ്യും, അതിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 10, 15 എന്നാണെങ്കിൽ ഇതാണ് ലോവർ ലിമിറ്റ്. ഇതിനെ വിളിക്കുക അപ്പർ ലിമിറ്റ് എന്നാണ് ലോവർ ലിമിറ്റ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ക്ലാസ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ്സിന് മുമ്പുള്ളാവുന്ന ക്ലാസിന്റെ ഫ്രീക്വൻസി ആണെന്ന് പറഞ്ഞാൽ നമ്മളുടെ C എന്ന് പറഞ്ഞാൽ, അഥവാ നമ്മളുടെ ഇക്വേഷൻ നമ്മൾ പ്രകാരം M എന്ന് പറയുന്നത് അല്ലെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ക്ലാസിന്റെ മുകളിലത്തെ ഫ്രീക്വൻസി, പ്രിസീഡിങ് ആയിട്ട് വരുന്ന ഫ്രീക്വൻസി. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി 10 to 15 ആണെന്നുണ്ടെങ്കിൽ 5 ആയിരിക്കും അതിന്റെ ഫ്രീക്വൻസി. I എന്ന് ഫ്രീക്വൻസി അതിന് വരുന്ന ഫ്രീക്വൻസി ആയിരിക്കും സിമ്പിൾ ഫ്രീക്വൻസി. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഇന്റർവെലും, ഇതാണ് ഈ 5 ആയിരിക്കും ക്ലാസ് ഇന്റർവെൽ. N എന്ന് പറഞ്ഞാൽ n/2 നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതായിരിക്കും.
ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രോബ്ലത്തിലോട്ട് വരുന്ന സമയത്ത് ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ഇവിടെ നമുക്ക് എന്തുണ്ട്, ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 50-60 മാർക്ക് നേടിയ 10 സ്റ്റുഡൻസ്, 60-70 നേടിയ 8 സ്റ്റുഡൻസ്, 70-80 നേടിയ 12 സ്റ്റുഡൻസ്, 80-90 നേടിയ 5 സ്റ്റുഡൻസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്? മീഡിയൻ കണ്ടുപിടിക്കാനാണ്. മീഡിയൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കാം? അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലാസ്, ഫ്രീക്വൻസി, ഞാൻ ഇവിടെ തന്നെ ഞാൻ ചെയ്യാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ആൻസർ ചെയ്യുന്ന സമയത്ത് എഴുതിയെടുത്തിട്ട് വേണം ചെയ്യാൻ. ഇവിടെ എന്ത് ചെയ്യാം, ക്ലാസ്, ഫ്രീക്വൻസി, അതിനുശേഷം ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കൂടിയും കൊടുക്കണം. അപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ ഇവിടെ ഏതൊക്കെ വരുന്നുണ്ട്? 10, 18, 28, 30, 35. എനിക്ക് എന്ത് കിട്ടും? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് കിട്ടും. കറക്റ്റ് അല്ലേ? ഇത് 18, 18, 20, 35. ഓക്കെ ആണോ? ഓക്കെ, 35 എന്ന് പറഞ്ഞ് കിട്ടി. ഇതിൽ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. 5, 3, 10, 10. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായി? 35 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫ്രീക്വൻസിയിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം. ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? n/2th ഐറ്റം നമ്മൾ ലൊക്കേറ്റ് ചെയ്യാം. അതാണ് നമുക്ക് അടുത്ത പണി. എങ്ങനെ നമ്മൾ n/2th ഐറ്റം കണ്ടുപിടിക്കാം? n/2th ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 ഡിവൈഡഡ് ബൈ 2. 30ന്റെ പകുതി എത്രയാണ്? 15. 5ന്റെ പകുതി 2.5. 17.5th ഐറ്റം ആണ് നമ്മൾ കണ്ടത്. ഇത് ഏതിലായിരിക്കും വരിക? ഇതാ നമ്മളുടെ ഈ ഒരു ക്ലാസ്സിലായിരിക്കും വരിക. 60-70 വരുന്ന ഈ ക്ലാസ് ആയി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മീഡിയൻ ക്ലാസ് എന്ന് വിളിക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് മീഡിയൻ ക്ലാസ്. നമ്മൾ ചെയ്തു, n/2 വെച്ചിട്ട് അത് ലൊക്കേറ്റ് ചെയ്തു. CFലാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. ഇതിന് നേരെ വരുന്നത് അതാണ് മീഡിയൻ ക്ലാസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുക. MD മീഡിയൻ ഈക്വൽ ടു L പ്ലസ് n/2 മൈനസ് M ഓൾ ഡിവൈഡഡ് ബൈ F ഇൻറ്റു I. L നോക്കുക, എത്രയാണ് ലോവർ ലിമിറ്റ് വരുന്നത്? 60 ആണ്. 60 പ്ലസ് n/2 എന്ന് പറഞ്ഞത് 35/2 മൈനസ് M. M എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് നോക്കാം 18 ആണോ വരുന്നത് എന്നുള്ളത്. M എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പ്രിസീഡിങ് ആയിട്ട് വരുന്നതാണ്. ധന്യ ആൻസർ ആണോ പറഞ്ഞത് 18 എന്നുള്ളത്? എത്രയാണ്? ഓരോന്നോരോന്നോട് പറയും. L എത്രയാണ് വന്നത്? n/2 എത്രയാണ് വന്നത്? M എത്രയാണ് വന്നത്? അത് നമ്മുടെ ഇവിടെ അത് നമുക്ക് എന്താണ്? ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിസീഡിങ് ആയിട്ട് വരുന്നതാണ്. എന്താണ്? പ്രിസീഡിങ് ആയിട്ട് വരുന്നതാണ് M എന്ന് പറയുന്നത്. അതായത് നോക്കിക്കോളൂ, ഇവിടെ ഇക്വേഷൻ ഞാൻ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ M എന്ന് പറയുന്നത് എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ക്ലാസ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ്. ക്യുമുലേറ്റീവ് മീഡിയൻ ക്ലാസ്സിന് മുമ്പുള്ള അല്ലെ പ്രിസീഡിങ് ആയിട്ടുള്ള ക്ലാസിന്റെ മീഡിയൻ ആണ് എന്ത്, ഫ്രീക്വൻസി ആണ് എന്തെന്ന് പറയുന്നത്? ഇവിടുത്തെ M എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പ്രിസീഡിങ് ആയിട്ടുള്ളതാ. അതായത് നമ്മളുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഏതായിരുന്നു? 18 ആണ് നമ്മളുടെ ക്ലാസ് എന്ന് പറഞ്ഞ മീഡിയം ക്ലാസ്. അതിന്റെ CFന് തൊട്ട് മുമ്പുള്ള CF, അതായത് 10 ആയിരിക്കും നമ്മളുടെ ഇവിടുത്തെ M എന്ന് പറയുന്നുണ്ട്. ആ എമ്മിന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയത്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീഡിയം ക്ലാസിന്റെ CF അല്ല, മീഡിയം ക്ലാസിന്റെ മുകളിലുള്ള CF ആണ് നമ്മളുടെ M എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ 10. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ സിമ്പിൾ ഫ്രീക്വൻസി എത്രയായിരുന്നു? 8 ഇൻറ്റു I ക്ലാസ് ഇന്റർവെല് 60 ഇൻറ്റു 70 ആണ് 10. ഇതായിരിക്കും അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ചെയ്യുമ്പോൾ 60 പ്ലസ് 35 ഡിവൈഡഡ് ബൈ 2 17.5 മൈനസ് 10 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 10 ചെയ്തിട്ട് പറയും എത്രയാണ് ആൻസർ വരുന്നത്? എഴുതുമ്പോൾ
60 പ്ലസ് എത്ര വരുന്നുണ്ട്? ചെയ്യാ 17.5 മൈനസ് 10 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 10 പ്ലസ് എത്രയാണ്? 60. ചെയ്ത് നോക്കിയോ? ഏതൊക്കെയാണ്? 8 10. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി ആൻസർ കൂടി പറയൂ, നിങ്ങളായിട്ട് തന്നെ ആൻസർ പറയൂ എത്രയാണ് വരുന്നത് എന്നുള്ളത്. ഞാനിപ്പോ പറഞ്ഞു എങ്ങനെയാണ് കാൽക്കുലേഷൻസ് എന്നുള്ളത്. ഇനി പറയും ആൻസർ എത്രയാണ് വരുന്നത്. ചെയ്യുന്ന സമയത്ത് 17 വരുന്ന സമയത്ത് എത്രയായിരിക്കും? 7.5 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 10. 10 അല്ലേന്നോ? യെസ്, 10. ചെയ്യുമ്പോൾ 60 പ്ലസ് 7.5 ഡിവൈഡഡ് ബൈ എത്രയായിരിക്കും വരുന്നത്? 80. അത്രയ്ക്ക് പോകുന്നുണ്ടോ? 80 എത്തുന്നില്ല. അതിന് കുറച്ച് മുന്നേ കറക്റ്റ് ഒന്ന് കാൽക്കുലേഷൻ നോക്കി നോക്കൂ. 60 ആണ് വരുന്നത്. അപ്പോൾ ഒരു 60 to 70 അപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല, പോവില്ല. കാരണം മീഡിയം ക്ലാസ് തന്നെ 60, 70. ഒന്നുകൂടി ആ കാൽക്കുലേഷൻ ഒന്ന് റിവൈസ് ചെയ്ത് അഖില, ധന്യ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കൂ. പെട്ടെന്നാവട്ടെ കേട്ടോ. 7.5 ഡിവൈഡഡ് ബൈ 8. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 0.9375 എന്ന് കിട്ടും ഇൻറ്റു 10. അതായത് 60 പ്ലസ് 9.375. അപ്പോൾ 69.375 ആണ് നമ്മളുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? എനിക്ക് തോന്നുന്നത് ഈ ഒരു പാർട്ടിലെ കാൽക്കുലേഷൻ ഐറ്റംസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. കാൽക്കുലേഷനിലാണ് ചെറിയൊരു ഡിഫിക്കൽട്ടീസ് വന്നത്. ഒന്നില്ലെങ്കിൽ ഗുണിക്കലിലോ ഹരിക്കലിലോ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടീസ് വന്നായിരിക്കും. ഓക്കെ ആയപ്പോ? അഖില, ധന്യ കിട്ടിയോ? ഫൈനൽ ആൻസറിൽ കിട്ടിയോ? പറയൂ. നമുക്ക് അടുത്ത മോഡിലോട്ട് പോകണം. അതുകൊണ്ടാണ് മോഡ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ മോഡ് ഇതേപോലെ തന്നെ 3 സീരീസിലുണ്ട്. ഏതൊക്കെയാണ് സീരീസ് വരുന്നത്? ഓക്കെ, അഖില ആൻസർ കിട്ടിയോന്ന് പറയണം. കിട്ടിയെന്ന് പറയണം. 3 സീരീസ് ആണ് വരുന്നത്. അൺഗ്രൂപ്പ്ഡ്, ഗ്രൂപ്പ്ഡിൽ തന്നെ 2 എണ്ണം. അതിൽ മോഡ് എന്ന് പറയുന്ന സമയത്ത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഐറ്റംസ് ഓക്കെ, അപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മോഡിലോട്ട് പോവാം. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധന്യക്ക് കിട്ടിയോ? ധന്യ പറയൂ. അഖിലയ്ക്ക് ഓക്കെ ആയി, ധന്യക്ക് ഓക്കെ ആണോ? ഇനി നമുക്ക് മോഡിനെ കുറിച്ച് നോക്കാം. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് ചെയ്യുന്ന 69.33 ഏകദേശം അരി തന്നെയല്ല പോയിന്റ്. അതെ, 69.33 കറക്റ്റ്. 3733 ആ ഒരു ലെവലിലോട്ടാണ്. 65ലോട്ടാണോ വന്നേ? അതൊന്നും എവിടെ ഒരു നമ്മൾ ശരിക്കും ആ പാർട്ടില്, അതായത് ഹരിക്കേണ്ടത് ഗുണിക്കേണ്ടത് അങ്ങനെ ചെയ്യണതിൻ്റെ ഉള്ളതാണ്. അത് ആദ്യം ഒന്ന് ചെയ്താൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോസ്റ്റ് റിപ്പീറ്റഡ് ചെയ്യുന്ന ഐറ്റം ആണ് ഏതെന്ന് പറയുന്നത് ഒരു നോർമൽ സീരീസിൽ, അതായത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ മോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു സാധനം, ഒരു ഐറ്റം തന്നിട്ടുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റഡ് ചെയ്യുന്ന ഐറ്റം ആയിരിക്കും മോഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഇതാണ്: 5, 10, 5, 25, 10, 5, 10, 10, 5, 10, 10, 30, 35, 40. ഇതിൽ മോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഐറ്റം ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് മോഡ് എന്ന്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 5 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 10 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ റിപ്പീറ്റ് ചെയ്യുമ്പോൾ 5ഉം 10ഉം നമ്മുടെ മോഡാവോ? ഇല്ല. പകരം ഏറ്റവും കൂടുതൽ തവണ ഏത് സംഖ്യയാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ 5, 1, 2, 3, 4 പ്രാവശ്യം. ഇനി 10 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6. സോ മോഡ് എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും? 10 ആയിരിക്കും. ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ: 5, 10, 15, 20, 35, 40 ഈ സീരീസിൽ മോഡ് ഏതാണ്? ഇതിലെ മോഡ് ഏതാ? അല്ല, ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് അഖില. ഇതിൽ ഏതായിരിക്കും മോഡ്? ഈ ക്വസ്റ്റ്യനിൽ ഏതാണ് മോഡ്? ഒന്ന് ആൻസർ ചെയ്തേ, പറയൂ. 5, 10, 15, 20, 35, 40 ഇതിൽ ഏത് സംഖ്യയാണ് മോഡ്?
പെട്ടെന്നാവട്ടെ. യെസ് 69.3 ആൻസർ വരുന്നത്. കറക്റ്റ് വിദ്യ. വിദ്യക്ക് അതിനുശേഷം ആൻസർ കിട്ടിയിട്ടില്ലേ? വിദ്യ രഞ്ജിത്ത് കറക്റ്റ് ആണ്. പറയൂ, മോഡിൽ ഇതിൽ ഏതായിരിക്കും മോഡ് എന്ന് പറയുന്നത്? ഈ തന്നിരിക്കുന്നതില് മോഡ് എന്തില്ല? ഇല്ല. മോഡ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിലില്ല. കാരണം എന്താണ്? ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വാല്യൂം ഇല്ല. അതുകൊണ്ട് എന്തായിരിക്കില്ല? ഈ ഒരു ഡാറ്റയിൽ മോഡ് ഇല്ല. കാരണം എന്താണ്? ദർ ഈസ് നോ വാല്യൂ റിപ്പീറ്റഡ്. നമ്മൾ എഴുതി വെക്കും, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂസ് ഒന്നും ഇല്ല. അതുകൊണ്ട് എന്തില്ല? ഇവിടെ മോഡ് ഇല്ല. അപ്പോൾ ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല എങ്കിൽ ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ എന്തുണ്ടാവില്ല? മോഡ് ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കി വെക്കണം. റിപ്പീറ്റ് ചെയ്യുന്നൊരു ഡാറ്റ തന്നിട്ടില്ലെങ്കിൽ എന്തുണ്ടാവില്ല? അവിടെ മോഡ് ഉണ്ടാവില്ല. ക്ലിയർ ആണോ? ഐറ്റംസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ. ഹയസ്റ്റ് ഫ്രീക്വൻസി നമ്മൾ നോക്കും. അത് ഏതിലോട്ടാണ്? അടുത്ത സീരീസിലാണ്, അതായത് ഡിസ്ക്രീറ്റ് സീരീസിലാണ് നമ്മൾ ഹയസ്റ്റ് ഫ്രീക്വൻസി നോക്കുക. അത് ഇവിടെയല്ല. ഇത് ഞാൻ നോർമൽ സീരീസ് തന്നിട്ടുള്ളത്. ഇതിടെ ഞാൻ ചോദിച്ചത് എന്താണെന്നുള്ളത്. അപ്പൊ നോക്കുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവില്ല? വാല്യൂസ് ഒന്നുമില്ല. ആകെ തന്നിരിക്കുന്ന വാല്യൂസ് 5, 10, 15, 20, 35, 40. ഇവിടെ റിപ്പീറ്റേഷൻ ഇല്ല. അപ്പൊ ഇവിടെ മോഡ് ഇല്ല. നമുക്ക് തെറ്റിപ്പോവരുത് കേട്ടോ. ഇനി ഡിസ്ക്രീറ്റ് സീരീസിലൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള സംഖ്യ ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത്? മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഒരു ഗ്രൂപ്പിംഗ് ടെസ്റ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്യും. ഒരു 6 ആയിട്ട് നമ്മൾ ഗ്രൂപ്പുകളാക്കി തിരിച്ച് നമ്മൾ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യും. ഈ ഹെവിലി കോൺസെൻട്രേഷൻ വരുന്ന അത് ആ ഫ്രീക്വൻസി ആണെന്ന് ഉറപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് അത്രയ്ക്ക് ഇൻഡെപ്തിലോട്ട് നോക്കാനില്ല. പക്ഷെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസിയും എക്സ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ടാവും. മോഡിന്റെ കേസിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കണം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏതിലാണ് മോഡ് വരുന്നത് എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്: 20 സൈസ് ഓഫ് ഐറ്റം 20 ആണെന്നുണ്ടെങ്കിൽ 15 ഫ്രീക്വൻസി, 21 ആണെങ്കിൽ 20 ഫ്രീക്വൻസി, 21 ആണെങ്കിൽ 20 ഫ്രീക്വൻസി, 22 ആണെന്നുണ്ടെങ്കിൽ 25 ഫ്രീക്വൻസി, 24 ആണെന്നുണ്ടെങ്കിൽ 30 ഫ്രീക്വൻസി, 23ക്ക് 45, 25ന് 12. അപ്പോ ഇതിൽ ഏതായിരിക്കും നമ്മളുടെ എന്തെന്ന് ചോദിക്കുന്നത്? മോഡ് എന്നാണ് നമ്മൾ ചോദിക്കുക. മീഡിയയിലോട്ട് കിട്ടുന്നു പോകുന്നിട്ടില്ല. മോഡ് എന്നാണ് ചോദിക്കുക. പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ചിലപ്പോൾ 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്സിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൈറ്റ് തന്നിട്ട് ഫൈൻഡ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരുതില്ല ഇതിൽ റിപ്പീറ്റേഷൻ ഇല്ല. അപ്പൊ അവർക്ക് എന്താണ് അവിടെ കിട്ടേണ്ടത്? ഇവിടെ മോഡ് ഇല്ല, കാരണം ഇവിടെ റിപ്പീറ്റഡ് വാല്യൂ ഇല്ല എന്നുള്ള ആ ഒരു ആൻസർ ആണ് കിട്ടുന്നത്. അതിനാണ് അവിടെ 2 പോയിന്റ്, അതിന്റെ 2 മാർക്ക്, അല്ലെങ്കിൽ ഇത് 1 മാർക്ക് വരുമ്പോൾ 1 പോയിന്റ് ഇടും, 1 മാർക്ക്, ആ ഒരു രീതിക്ക് വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ വേണമെങ്കിലും വരാം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇത് ഏതായിരിക്കും വരിക? ഇവിടെയാണ് അഖില നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം വരുന്നത്. ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നതായിരിക്കും നമ്മളുടെ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 15, 20, 25, 45, 30, 12, 45 ആണ് എന്താണ് ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ 23 ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത്? മോഡ് എന്ന് പറയുന്നത്. 23 ആയിരിക്കും നമ്മളുടെ മോഡ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇവിടെ നമ്മളുടെ 23 ആണ് നമ്മളുടെ മോഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. മോഡിന്റെ കാൽക്കുലേഷൻ നോർമൽ സീരീസിനും അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസിനും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് പോകുന്ന ഏതാണ്? കണ്ടിന്യൂസ് സീരീസിലോട്ട് മാത്രമാണ് ചെറിയൊരു കാര്യം വരുന്നത്. ഇപ്പൊ ഈ ഗ്രൂപ്പ് ഡാറ്റ ഓക്കെ ആയോ? ഓക്കെ സാർ, ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഇതിൽ ഗ്രൂപ്പിൽ മോഡിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? ഇവിടെ ആ ഗ്രൂപ്പിങ്ങിന്റെ ആട്ടോ ഞാൻ 6 കോളംസ് ആക്കി തിരിക്കുന്നതാണ്, ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നതാണ്. ആ ഗ്രൂപ്പിംഗ് ടെക്നിക്സ് ആണ് ഞാൻ ജസ്റ്റ് പറയണം എന്നുണ്ടായിരുന്നു. പക്ഷെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പറയുന്ന സമയത്ത് എന്ത് വേണ്ട, അതിന്റെ അത്ര ആവശ്യമില്ല എന്ന് കരുതികൊണ്ടാണ് നമ്മൾ പറയാത്തത്. നിങ്ങൾക്ക് ഇതിലുണ്ട് ഗ്രൂപ്പിംഗ് വരുന്നത്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യേണ്ട, അനാലിസിസ് ടേബിൾ ഇവിടെ നമുക്ക് അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? മോഡ് ഇൻ കണ്ടിന്യൂസ് സീരീസിലാണ്. ഓക്കെ, കണ്ടിന്യൂസ് സീരീസിൽ മോഡ് നമുക്ക് ചേരുന്ന സമയം നമുക്ക് ഇവിടെ അറിയാം എന്താണ്, നമുക്ക് ഇക്വേഷൻസ് തന്നെ മാറും. നമ്മളുടെ ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി വെച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡാറ്റ ക്ലാസ് ഇന്റർവെൽസ് വരുന്ന സമയത്ത് ഈക്വൽ ക്ലാസ് ഇന്റർവെൽസ് നമുക്ക് ത്രൂ ഔട്ട് തന്നിട്ടുണ്ടാകും. നമ്മൾ എപ്പോഴും നമ്മൾ നോക്കാം ഇവിടെ 10:15, 20:30 ആവാൻ പാടില്ല. ഈക്വൽ ക്ലാസ് ഇന്റർവെൽസ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ നോക്കുക. അതാണ് നമ്മൾ മെയിൻലി എന്ത് ചെയ്യുക, മോഡ് കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ ശ്രദ്ധിക്കണം. അവർ 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാം സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസർട്ടൈൻ ദ മോഡൽ ക്ലാസ് ബൈ പ്രിപ്പയറിംഗ് ഗ്രൂപ്പിംഗ് ടേബിൾ ആൻഡ് അനലൈസ് ദ ടേബിൾ എക്സാക്ട്ലി ഇൻ ദ
സെയിം വേ ടു ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിംഗ് നമുക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുത്തെ മോഡൽ ക്ലാസ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മളുടെ എന്ത് ചെയ്യുക, ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നതായിരിക്കും നമ്മളുടെ മോഡൽ. നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്താലും അതിനെ ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നതിന് നേരെ വരുന്നതായിരിക്കും നമ്മുടെ മോഡൽ ക്ലാസ്. ആ മോഡൽ ക്ലാസ് കണ്ടുപിടിച്ചു. ഹാവിംഗ് ലൊക്കേറ്റഡ് കറക്റ്റ്ലി ദ മോഡൽ ക്ലാസ്, the value mod is obtained by interpolation by the using any of the following formulas യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. ഈ രണ്ട് ഫോർമുലാസ് ഉണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പഠിക്കുക, L into delta 1 divided by delta 1 plus delta 2 into IA. അതായത് delta 1 എന്നാണ് F1 minus F0. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഏതായിരിക്കും, ഇതായിരിക്കും. ഇത് തന്നെയാണ് വരുന്നത്. നമുക്ക് നിങ്ങളിപ്പോൾ പഠിച്ചു വെച്ചുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെൽറ്റ വെച്ച് ചെയ്യാമായിരിക്കും സിമ്പിൾ. പക്ഷെ നിങ്ങൾ പഠിച്ചു വെച്ച ഇക്വേഷൻ തന്നെ നമുക്ക് ചെയ്യാം. മോഡ് ഈക്വൽ ടു L പ്ലസ് F1 മൈനസ് F0 മൈനസ് 2F1 മൈനസ് F1 F2 ഇതാണെന്ന് പറഞ്ഞത്. നമുക്കിവിടെ F1 F2 എന്താന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടതുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളത് നോക്കി വെക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് F0 എന്ന് പറയുന്നത്, F1 എന്ന് പറഞ്ഞാൽ ദ ഫ്രീക്വൻസി ഓഫ് ദ മോഡൽ ക്ലാസ്, തന്നിരിക്കുന്ന ക്ലാസിന്റെ ഫ്രീക്വൻസി മോഡൽ. അതിനെ തൊട്ട് പ്രിസീഡിങ് ആയി തൊട്ട് മുകളിലാണ് F0 എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴത്ത് വരുന്നതാണ് F2 എന്ന് പറയുന്നത്. അതാണ് F0 F2. അപ്പൊ നമുക്ക് അത് ചെയ്താൽ മതി. F0 F2 എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ചെയ്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും. ഇനി Fn എന്ന് പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കേണ്ടതുണ്ട്. Fn എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ഓരോന്നായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 2 into F1, ഇവിടെ എന്തായിരുന്നു ഇക്വേഷൻ എന്ന് പറയുന്നത്, L പ്ലസ് F1 മൈനസ് F0 ഇൻറ്റു 2F1 മൈനസ് Fn മൈനസ് എന്താണ് F2. അതായത് F0 എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്, നമ്മുടെ Fn ആക്കിയിട്ട് നമ്മളിവിടെ എടുക്കാം കേട്ടോ. F0 മൈനസ് F2. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കൊരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ, കാണുന്നില്ലേ? അധികം ടൈം നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 2.5 മണിക്കൂറിലേറെയായി നമ്മുടെ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സാം ആണ്, നമുക്ക് കുറച്ച് സമയം ഇരുന്നിട്ടാണെങ്കിൽ നമുക്ക് പഠിക്കൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് നിമിഷം ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് റിവൈസ് ചെയ്യാം. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത്തരത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? എക്സാമിന് ഇത് ഹെൽപ്ഫുൾ ആവുന്നുള്ളൊരു തിങ്കിങ് ഉണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്, ഇത്തരത്തിലാണ് തന്നിട്ടുള്ളത്. ഫോർ ദ ഫോളോയിങ് ടേബിൾ കാൽക്കുലേറ്റ് ദ മോഡ്. ഓക്കെ ആണ് അല്ലേ? ഓക്കെ, നമുക്ക് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മൾ നോക്കാം ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന എത്രയാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്. എത്രയാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്? 6, 9, 11, 14, 20, 15, 15, 8, 7. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 20 ആണ് നമ്മളുടെ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്. ഇവിടെ നേരത്തെ അഖില പറഞ്ഞ റൂളാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി നമ്മൾ നോക്കും. അപ്പോൾ ഇതിന് നേരെ വരുന്ന 100, 20 ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറയണത്, നമ്മളുടെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. സിമ്പിളാ. അപ്പൊ മോഡൽ ക്ലാസ് കിട്ടി. മോഡൽ ക്ലാസ് എത്രയാണ്? എൻ്റെ പെൻസിലിന്റെ ചാർജ് കഴിയാനായിട്ടുണ്ട്. അതിനിടെ പെൻസിൽ. അപ്പൊ മോഡൽ ക്ലാസ് എൻ്റെ വരുന്നത് എത്രയാണ്? 120 എന്നുള്ളതാണ്, 120 എന്നുള്ളതാണ് നമ്മുടെ മോഡൽ ക്ലാസ് വരുന്നത്. എത്രയാണ്? 100, 120 ആണ് നമ്മുടെ മോഡൽ ക്ലാസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻസ് നോക്കിയാൽ മതി. അപ്പൊ മോഡ് ഈക്വൽ ടു നമുക്ക് എന്താ കണ്ടത്, L പ്ലസ് F0 മൈനസ് എന്തായിരുന്നു ഇക്വേഷൻ, നിങ്ങൾക്ക് എന്തായിരുന്നു, F1 മൈനസ് F0. ഞാൻ ഈ ഇക്വേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചു delta 1 മൈനസ് delta 2 എന്നുള്ളതാണ് എൻ്റെ മൈൻഡിലുള്ള ഒരു ഇക്വേഷൻ. ഇത് പെട്ടെന്നൊരു ഇക്വേഷനോട് മാറുന്നുണ്ടാവുമ്പോൾ ഒരു ഇതാണ് ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ എടുത്തെഴുതുക. നമുക്ക് എന്ത് ചെയ്യാം, L ഇവിടെ എത്ര കിട്ടുന്നത്, 100 ആണ് നമ്മളുടെ L വരിക. 100 ആണ്. അപ്പോൾ 100ൽ കൂടുതലുള്ള ഒരു സംഖ്യയാണ് നമുക്ക് മനസ്സിലായി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എന്താണ് F1 ആണ്, ഇത് F0 ആണ്, ഇത് എന്താണ് 15 ആണ് ഇവിടുത്തെ F2. അപ്പൊ നമ്മൾ അത് എടുത്തെഴുതാം. F1 എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്, F1 എന്ന് പറയുന്നത് 20. F0 എന്ന് പറയുന്നത് എത്രയാണ്, 14. F2 എന്ന് പറയുന്നത് 15. നമുക്കെല്ലാം കിട്ടി. ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 100 പ്ലസ്
F1 മൈനസ് F0. അതായത് F1 എത്രയായിരുന്നു? 20 മൈനസ് 40. 20 മൈനസ് 40 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 2F1 അല്ല പറഞ്ഞത്. അപ്പോൾ 2 into 20 മൈനസ് F0. F0 എത്രയാണ്? 14 മൈനസ് F2. F2 എത്രയായിരുന്നു? നമുക്ക് കണ്ടുപിടിച്ച 15 ഇൻറ്റു ഐ ഉണ്ട് അല്ലേ? സോറി, ഇൻറ്റു ഐ ഉണ്ട്. ഐ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽ ഇവിടെ എത്രയായിരുന്നു? 20. എത്രയാണ് ക്ലാസ് ഇന്റർവെൽ? എത്ര വരുന്നത്? ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 20 ആണ്. ഇൻറ്റു 20. അപ്പോൾ 100 പ്ലസ് ഇവിടെ 14 ആയ 6. 40 മൈനസ് 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മൈനസ് 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ട്? 40 പ്ലസ് 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? പറയൂ. 40 മൈനസ് 14 C20. ഓക്കെ. അപ്പോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 40 മൈനസ് 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വരുന്നുള്ളത് നോക്കാം. 40 മൈനസ് 14 അപ്പൊ പോകുന്ന സമയത്ത് 10 പോയി 30, 30 26. 26 മൈനസ് 15 വന്നാൽ 11 എന്ന് കിട്ടും. ഇൻറ്റു 20. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 6/11 എത്രയാന്ന് നോക്കാം. എത്രയാണ് 6/11 വരുന്നത്? 6 ഹരിക്കണം 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0.545 എന്ന് കിട്ടും. ഇൻറ്റു 20 ചെയ്യുമ്പോൾ നമുക്ക് 10.9 എന്ന് കിട്ടും. എത്ര കിട്ടും? 10.9 എന്ന് കിട്ടും. അപ്പൊ 100 പ്ലസ് 10.91 എത്ര വരുന്നത്? 909. അതായത് 100 പ്ലസ് 10.91 എന്ന് കിട്ടും. ആൻസർ 110.91 എന്ന് കിട്ടും. യെസ്, കറക്റ്റ്. 100 കറക്റ്റ് എത്തിയിട്ടുണ്ട്. 110.90 അല്ലെങ്കിൽ 91 എന്ന് കിട്ടും. ഓക്കെ ആണോ? പറയൂ, ആൻസർ കിട്ടിയോ? ജസ്റ്റ് ഒന്ന് പെന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അഖില 5 C എന്ന് പറഞ്ഞത് 545 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കിട്ടിയില്ലേ? ആൻസർ കിട്ടില്ല. ഓക്കെ അല്ലേ? ഇനി ഇതിലെ ഹിസ്റ്റോഗ്രാം മോഡ് എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോഗ്രാമിൽ കൊടുത്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കണം. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. മീൻ എന്ന് പറഞ്ഞത് മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ, മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ്. ഇത് ചിലപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഇത് നിങ്ങൾ നോക്കി വെക്കണം. പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ മോഡ് ഈക്വൽ ടു മോഡ്. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മീഡിയനും മീനും തന്നിട്ട് ഫൈൻഡ് മോഡ് എന്ന് ചോദിക്കാം. നമ്മളോട് അഖില കറക്റ്റ് ആൻസർ കിട്ടി. ഓക്കെ, മീഡിയനും മോഡും തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യിക്കാം? നമ്മളോട് മീഡിയനും മീനും തന്നിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് മോഡ് കണ്ടുപിടിക്കുക. അപ്പൊ മോഡ് കാണാൻ അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഐറ്റംസ് ഒന്നും അല്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഏതാ ഇക്വേഷൻ ഫോളോ ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നത്. മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? എക്സ് ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ 2x ബാർ എന്ന്. അപ്പൊ 3 മീഡിയൻ മൈനസ് 2 മീൻ എന്ന് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മോഡ് കിട്ടും. ഈ ഒരു ഇക്വേഷൻ കൂടി, ഈ രണ്ട് ഇക്വേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. മീൻ എന്ന് പറഞ്ഞത് മീഡിയനേക്കാളും മോഡിനേക്കാളും വലുതാണെന്നാണ് പറഞ്ഞത്. ഇത് എങ്ങോട്ടാണോ വായ തുറന്നിരിക്കുന്നത് അതാണ് വലുത്, അതാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മീഡിയൻ മൈനസ് 2 മീൻ അല്ലെങ്കിൽ 2x ബാർ എന്നുള്ളത് കേട്ടോ. മീൻ എന്നുള്ള ഈ ഒരു ഇക്വേഷൻ കൂടി നോക്കിയാൽ ഇതാണ് നിങ്ങൾ ആ ഒരു ഇതിൽ മൊത്തം പഠിച്ചു വെക്കേണ്ടത്.